സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. എൻ്റെ പേര് ദിവ്യ. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പായൽ നമ്പർ 1, വെൽക്കം ടു റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ മൺഡേയുടെ എനർജി എന്താണ്. ഫെബ്രുവരി 3rd, പായൽ നമ്പർ 1ൻ്റെ എനർജീസ് എന്താണ്. താങ്ക് യു. ചാരിയറ്റിൻ്റെ എനർജി, ഒത്തിരി വിക്ടറി സക്സസിൻ്റെ എനർജി കാണുന്നുണ്ട്. മെയിനായിട്ട് നിങ്ങളുടെ വിൽ പവറാണ് കാണുന്നത്. ധൈര്യത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് ഇറങ്ങി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയം കണ്ടെത്തുന്നതായിട്ട് ആ ഒരു പോസിറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇതൊരു സ്പിരിച്വൽ എനർജിയാണ്. അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് എനർജി, നിങ്ങളെക്കുറിച്ചിട്ട് കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ടുള്ള എനർജി, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈറ്റ് കുറച്ചും കൂടെ ഷൈൻ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കുറച്ച് പേരുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് റെക്കഗ്നിഷനാണ് നിങ്ങൾ ചെയ്യുന്ന വർക്ക്, അവിടെ ഒരു റെക്കഗ്നിഷൻ ആയിരിക്കാം. കുറച്ച് പേർക്ക് ഇവിടെ ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ സോൾമേറ്റ് ജേർണിയിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു എനർജിയാണ്. കുറച്ച് പേർക്ക് അവിടെ ഹീലിംഗ് ആയിരിക്കും. കുറച്ച് പേർക്ക് ട്രാവലായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, വാഹനമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്ലെസ്സിങ് ആണ്. കണ്ടോ, കുറച്ച് പേർക്ക് എഗെയിൻ ഇവിടെ നിങ്ങളുടെ ഗോൾസിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഡ്രീംസിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. കുറച്ച് പേര് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാകാം. അതായത് എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ ചേഞ്ചസ് വരണം, ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ വരണം, എന്തെങ്കിലുമൊക്കെ ന്യൂ ഇൻസ്പിറേഷൻ, ന്യൂ ഐഡിയാസ് വരുന്നുണ്ടാകാം. അപ്പോൾ അതിൽ കുറച്ച് പേര് പ്രവർത്തിക്കുന്നതായിട്ടും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 8 ഓഫ് സോർഡ്സിൻ്റെ എനർജി, വീലിൻ്റെ എനർജി. കുറച്ച് പേർക്ക് ഇവിടെ സെൽഫ് ഡൗട്ടിൻ്റെ എനർജി വരുന്നുണ്ടാകാം. ഇവിടെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഈഗോ അല്ലെങ്കിൽ സെൽഫ് ഡൗട്ട്, അങ്ങനത്തെ എനർജീസ് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നുണ്ടാകാം. അപ്പോൾ അത് കുറച്ചൊന്ന് കെയർഫുള്ളായിട്ടിരിക്കാനായിട്ട് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. കുറച്ച് പേരോട് നിങ്ങളുടെ ലൈഫിൽ കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ അത് കുറച്ചും കൂടെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ സഡനായിട്ട് എൻഡാകുന്നുണ്ടാകാം, എന്തെങ്കിലും ബ്ലോക്കേജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാകാം. അത് നിങ്ങൾ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം യൂണിവേഴ്സ് നിങ്ങളെ ഒരു ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിൽ ആ ഒരു കാര്യം കാണാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു എനർജി ആയിരിക്കാം. അപ്പോൾ അത് യൂസ് ചെയ്യുക. അത് നിങ്ങളുടെ ലൈഫിലൊരു ബ്ലോക്കായിട്ട് അല്ലെങ്കിൽ ഒരു തടസ്സമായിട്ട് നിങ്ങൾ കരുതാതിരിക്കുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒത്തിരി പ്രോഗ്രസ് ഉണ്ടാകുന്നതാണ്. മുന്നോട്ട് ആ ഒരു പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്തിട്ട് ഒരു ന്യൂ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ചേഞ്ച് കൊണ്ടുവരാനായിട്ട്, ആ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫ്രീ വില്ല് അവൈലബിൾ ആണ്. നിങ്ങളുടേതായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. ചില സമയത്ത് നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ കെയർഫുൾ ആകുന്നതാണ്. ചില സമയത്ത് അതും നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതെല്ലാം വളർച്ചയുടെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ കണക്കാക്കുക. ഒരു ഫ്ലോയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇവിടെ എഗെയിൻ ഇവിടെ ട്രാവലാണ് വന്നേക്കുന്നത്. ഒത്തിരി മൾട്ടി ടാസ്കിങ് എനർജി, ഒത്തിരി ആക്ടിവിറ്റി, ഒത്തിരി ബിസി ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ഇവിടെ എംപവർമെൻറ്റ് കാണുന്നുണ്ട്. നിങ്ങളെ കുറച്ചും കൂടെ പവർഫുള്ളായിട്ട് മാറ്റാനായിട്ടുള്ള എന്തെങ്കിലും എനർജീസ് വരുന്നുണ്ടാകാം. ചിലപ്പോൾ എന്തെങ്കിലും വെയിറ്റ് ചെയ്തിരുന്ന ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, അവസരമായിരിക്കാം, നഷ്ടപ്പെട്ടു പോയ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അവിടെ ഒരു ക്ലാരിറ്റി, വ്യക്തത അല്ലെങ്കിൽ പുതിയ എനർജീസ് വരുന്നുണ്ടാകാം. അത് നിങ്ങളെ ഒത്തിരി എംപവറാക്കി മാറ്റുന്നതായിട്ട്, ഒത്തിരി നിങ്ങളെ ശക്തിപ്പെടുത്തുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടും ഒത്തിരി പോസിറ്റീവ് എനർജി, കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടും ഒരു പോസിറ്റീവ് എനർജി, ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുന്നുണ്ടെങ്കിൽ
അവിടെ എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ പാസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ എന്തെങ്കിലും ബ്ലെസ്സിങ്സ് വരുന്നുണ്ടാകാം. അല്ലെങ്കിൽ മണി ഫിനാൻസിനെ കുറിച്ചിട്ട് നിങ്ങൾ കുറച്ചും കൂടെ അസസ് ചെയ്യുന്നതായിട്ട്, കുറച്ചും കൂടെ പഠിക്കുന്നതായിട്ട്, മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജിയും ഈ ഒരു ദിവസം ബ്ലെസ്സിങ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഒത്തിരി വിക്ടറിയുടെ എനർജിയാണ്, ഒത്തിരി വിജയത്തിൻ്റെ എനർജി നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. ചില സിറ്റുവേഷൻസ് നമ്മളെ ചാലഞ്ച് ചെയ്യുന്നുണ്ടാകാം, നമ്മളെ ഡൗട്ടിലോട്ട് കൊണ്ടുപോകുന്നുണ്ടാകാം. അതെല്ലാം കുറച്ചും കൂടെ നിങ്ങൾ ബുദ്ധിപൂർവ്വം യൂസ് ചെയ്യുക. അത് നിങ്ങളുടെ പോസിറ്റീവായിട്ട് മാറ്റാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ മൺഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ മൺഡേ ഗൈഡൻസ് എന്താണ്. ഫെബ്രുവരി 3 പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്കുള്ള മൺഡേ ഗൈഡൻസ് എന്താണ്. താങ്ക് യു. ത്രീ ഓഫ് കപ്സിൻ്റെ എനർജി, സൺ, 4 of swords, 8 of pentaclesൻ്റെ എനർജി വരുന്നുണ്ട്. ബാക്കിൽ 7 of swordsൻ്റെ എനർജി, 2 of pentaclesൻ്റെ എനർജി വരുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഗൈഡൻസ്, ഒരു ഹെൽപ്പ് ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ത്രൂ ആയിരിക്കാം, നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സൈൻസ്, സിമ്പിൾസ് നൽകുന്നുണ്ടാകാം. ഇത് അവോയ്ഡ് ചെയ്യുക, ഇവിടെ പോകാതിരിക്കുക, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഗൈഡൻസ് കുറച്ച് പേരുടെ ലൈഫിലോട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ എനർജിയും വരുന്നുണ്ട്. അവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ, ചേഞ്ചസ്, ഹീലിംഗ് സംഭവിക്കുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് മദർ ചൈൽഡ് റിലേഷൻഷിപ്പിലായിരിക്കും, അവിടെ ഒരു പോസിറ്റീവ് ചേഞ്ച്, മാറ്റങ്ങൾ വരുന്നതായിട്ട്, കുറച്ചും കൂടെ പ്ലേഫുൾ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് കുട്ടികളുടെ എനർജി നിങ്ങളെ ഹീൽ ചെയ്യാനായിട്ടും സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ കുട്ടികളെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും കൺഫ്യൂഷൻസ്, എന്തെങ്കിലും ടെൻഷൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രൊട്ടക്ഷൻ ആയിരിക്കാം, അവിടെ ഒരു ഹീലിംഗ് ആയിരിക്കാം കുറച്ച് പേർക്ക് ലഭിക്കുന്നത്. കുറച്ച് പേർക്ക് കമ്മ്യൂണിറ്റിയിൽ നിന്നിട്ട്, സമൂഹത്തിൽ നിന്നിട്ടുള്ള എന്തെങ്കിലും സപ്പോർട്ട് കുറച്ച് പേർക്ക് ലഭിക്കുന്നുണ്ടാകാം. അതുപോലെ തന്നെ സ്ട്രോങ് ഫ്രണ്ട്ഷിപ്പിൻ്റെ എനർജി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് 3 ഫ്രണ്ട്സിൻ്റെ എനർജി ഫോക്കസിൽ വരുന്നുണ്ട് ഇന്നത്തെ ദിവസം വന്നിട്ട്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പിൽ ഒരു വ്യക്തിയുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ സഡൻ ആയിട്ടുള്ള എന്തെങ്കിലും ഷിഫ്റ്റ്, മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ലൈഫിൽ സംഭവിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒത്തിരി സെലിബ്രേഷൻ്റെ, ഒത്തിരി ഹാപ്പിനെസ്സിൻ്റെ, ഒത്തിരി പോസിറ്റീവ് എനർജിയും ഇന്നത്തെ ദിവസം വരുന്നുണ്ട്. കാരണം ഇവിടെ സൺ വന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്ന വർക്കിന് റെക്കഗ്നിഷൻ അല്ലെങ്കിൽ ഊർജം, ചെയ്യാനായിട്ടുള്ള ആ ഒരു എനർജി, അതെല്ലാം നിങ്ങളെ ഇന്ന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സക്സസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട്, എന്തൊക്കെ ചാലഞ്ചസ് വന്നാലും അതിനെ ഫേസ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ പെർസ്പെക്റ്റീവ്, നിങ്ങളുടെ കാഴ്ചപ്പാടിലൊരു മാറ്റം വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു വ്യക്തിനെ കുറിച്ചിട്ടായിരിക്കാം, ഒരു ഗ്രൂപ്പിനെ കുറിച്ചിട്ടായിരിക്കാം. പണ്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കാനായിട്ട്, മനസ്സിലാക്കാനായിട്ടും നിങ്ങൾ ശ്രമിക്കുന്ന ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതും ഒത്തിരി ഹാപ്പിനെസ്, ഒത്തിരി പോസിറ്റിവിറ്റി കൊണ്ടുതരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് അത് ഹീലിങ്ങിലോട്ട് നിങ്ങളെ അടുപ്പിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പീസ് ഓഫ് മൈൻഡാണ്, നിങ്ങളുടെ സമാധാനമാണ്. അത് നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന എനർജീസ് എന്തൊക്കെയാണ്, അത് ശ്രദ്ധിക്കുക. കുറച്ച് പേർക്ക് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു എനർജി, അല്ലെങ്കിൽ ഒത്തിരി സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ ഇരിക്കുന്ന ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ വർക്കിലായിരിക്കാം നിങ്ങളുടെ ശ്രദ്ധ, അവിടെ കുറച്ച് എനർജി കൂടുതലായിട്ട് കൊടുക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ പാസ്റ്റിൽ നടന്ന എന്തെങ്കിലും കാര്യങ്ങൾ, ചെറിയ ചെറിയ ഡീറ്റെയിൽസ് നിങ്ങൾ ആഴത്തിൽ അതൊരു വലുതാക്കി കണ്ട് ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. ഇത് നിങ്ങളുടെ ഉള്ളിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ, നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ എനർജിയിലായിരിക്കാം. അപ്പോൾ ആ ഒരു സന്ദർഭങ്ങളിലെല്ലാം നിങ്ങളുടെ മൈൻഡ് കാമാക്കി നിർത്തുക. മെഡിറ്റേഷൻ ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ഒരു സ്ഥലത്തിരുന്ന് മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ, എന്ത് ചെയ്യുമ്പോഴാണോ നിങ്ങൾക്ക് കുറച്ചും കൂടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ഡെയിലി ചെയ്യുന്ന എന്തെങ്കിലും വർക്കായിരിക്കാം, ചിലപ്പോൾ ഉറങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ കുറച്ച് സമയം വിശ്രമിക്കുമ്പോഴായിരിക്കാം.
കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴായിരിക്കാം. അപ്പോൾ എന്താണോ നിങ്ങൾക്ക് കുറച്ചൊരു കംഫർട്ട് കൊണ്ടുവരുന്നത് ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യുക. എന്തെങ്കിലും അങ്ങനത്തെ കൺഫ്യൂഷൻസ്, ജലസി എനർജി, വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ മനസ്സമാധാനം കെടുത്താനായിട്ടുള്ള എനർജി വരുന്നുണ്ടെങ്കിൽ കണ്ടംപ്ലേറ്റ് ചെയ്യുക. ഈ ഒരു എനർജിക്ക് ഞാൻ എന്ത് റെസ്പോണ്ടാണ് കൊടുക്കേണ്ടത്, ഇതിന് റിപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അതെല്ലാം കുറച്ചൊന്ന് ശ്രദ്ധിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് എഡ്യൂക്കേഷൻ, പഠന വിഷയങ്ങളായിരിക്കാം. പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷനിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. കുറച്ച് പേർക്ക് കരിയറിൽ മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ മൺഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.